Allahu 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 Allah Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Darsul Mishkat, Kitabul Fadaili Wash-Shama'il എന്ന കിതാബ്. ബാബു ഫളാഇലി സയ്യിദുൽ മുർസലീൻ, പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതകൾ എന്ന അധ്യായത്തിൽ ഒന്നാമത്തെ ഹദീസ് മുതലാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. കിതാബുൽ ഫളാഇലി വശമാഇലി എന്ന കിതാബിന്റെ ഒന്നാം ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ പിന്നീട് വരുന്നതാണ്. പള്ളി ദർസുകളിൽ പഠിക്കുന്ന മിഷ്കാത്ത് എന്ന കിതാബിൽ നിന്നാണ് ഈ ഭാഗത്തുള്ള എല്ലാ ഹദീസുകളും. ഒന്നാമത്തെ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അവരുടെ സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 3557 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹ്മദ് അവരുടെ മുസ്നദ് എന്ന് പറയുന്ന കിതാബിലും ഈ ഹദീസ് കൊണ്ടുവന്നതായി കാണാം. മിഷ്കാത്ത് എന്ന കിതാബിൽ കിതാബുൽ ഫളാഇലി വശമാഇൽ എന്ന കിതാബിൽ ബാബു ഫളാഇലി സയ്യിദുൽ മുർസലീൻ എന്ന അധ്യായത്തിൽ ഒന്നാമത്തെ ഹദീസായി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം ഖർനം ഫഖർനൻ ഹത്താ കുന്തു മിനൽ ഖർനില്ലദീ കുന്തു മിൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു എന്നെ പ്രസവിക്കപ്പെട്ടു, ഞാൻ ജനിച്ചു, മിൻ ഖൈരി ഖുറൂനി ബനി ആദം, ആ മനുഷ്യ ആദം നബിയുടെ സന്താനങ്ങളിൽ നിന്നുള്ള അഥവാ മനുഷ്യരിൽ നിന്നുള്ള ഏറ്റവും നല്ല തലമുറയിലാണ് ഞാൻ ജനിച്ചത്. ഖർനൻ ഫഖർനൻ, ഓരോ തലമുറകളായിട്ട്. അപ്പൊ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ, അങ്ങനെ അതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു തലമുറയിലാണ് ഞാൻ ജനിച്ചത്. ഖർന് എന്ന പദത്തിന് ഒരർത്ഥമാണ് ഈ പറഞ്ഞത്. ഇതാണ് പ്രബലമായ അർത്ഥം. ഇനി വേറെയും അർത്ഥമുണ്ട്. ഖർന് എന്നാൽ സമാനൂന സന, 80 വർഷമാണ് എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട്. ഖർന് എന്നാൽ 40 സന, 40 വർഷമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഖർന് എന്നാൽ 100 സന, 100 വർഷമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷെ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്: ഒരേ കാലത്ത് ജീവിച്ച ഒരു വിഭാഗം, ഒരു തലമുറ. അത് 80 വയസ്സുകാരുണ്ടാവാം, അതിൽ പല വയസ്സുള്ളവരും ഉണ്ടാവും. ബഹുമാനപ്പെട്ട ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ ഏറ്റവും നല്ല ഒരു തലമുറയിലാണ് ഞാൻ ജനിച്ചത് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഹദീസ്, വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അവിടുത്തെ മുസ്ലിം എന്ന കിതാബിലും തുർമുദി ഇമാം അവിടുത്തെ തുർമുദി എന്ന കിതാബിലും
ഇമാം അഹ്മദ് അവരുടെ മുസ്നദ് എന്ന കിതാബിലും വിവരിച്ചിട്ടുണ്ട്. മിഷ്കാത്ത് എന്ന കിതാബിൽ രണ്ടാമത്തെ ഹദീസായി കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഹദീസാണ്. വാസിലത്ത് ബിനുൽ അസ്ഖർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നല്ലാഹു അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈല, അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാന ഗോത്രത്തിനെ തിരഞ്ഞെടുത്തു. മിൻ വലദി ഇസ്മാഈല, ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന്. വസ്തഫാ ഖുറൈശൻ മിൻ കിനാനത, ഖുറൈശ് എന്ന ഗോത്രത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു കിനാനത്തിൽ നിന്ന്. നളർ ബിനു കിനാന എന്നവരുടെ മക്കളിൽ നിന്നുള്ളവരാണ് കിനാനത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരിൽ നിന്ന് ഖുറൈശിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ, ഖുറൈശ് ഗോത്രത്തിൽ നിന്ന് പ്രത്യേകം അല്ലാഹു തിരഞ്ഞെടുത്തു ബനി ഹാഷിം, ബനു ഹാഷിമിനെ. വസ്തഫാനി, എന്നെ അല്ലാഹു തിരഞ്ഞെടുത്തു മിൻ ബനി ഹാഷിം, ബനു ഹാഷിം ഗോത്രത്തിൽ നിന്ന്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖാണെന്ന് ഈ ഹദീസിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ്. വഫീ റിവായത്തിൽ തുർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടിൽ തീർച്ചയായും അല്ലാഹു തെരഞ്ഞെടുത്തു മിൻ വലദി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്ന് ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ നബിയുടെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ബനി കിനാന, കിനാനത്തിന്റെ സന്താനങ്ങളെ എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. മൂന്നാമത്തെ ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അബൂ ദാവൂദ് അവരുടെ കിതാബിലും ഇമാം തുർമുദി അവരുടെ കിതാബിലും, അതേ പ്രകാരം ദാരിമി എന്നവര് അവരുടെ കിതാബിലും, അഹ്മദ് എന്നവര് അവരുടെ മുസ്നദ് എന്ന കിതാബിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല, അവര് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വൽദി ആദം, ആദം നബിയുടെ സന്താനങ്ങളിൽ നിന്നുള്ള സയ്യിദാണ് ഞാൻ, നേതാവാണ് ഞാൻ. അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് ഈ ഹദീസിലൂടെ വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ഒരു ഹദീസിൽ കാണാം, ലാ തുഫദ്ദിലൂനി ബൈനൽ അംബിയാ, അംബിയാക്കളുടെ ഇടയിൽ എന്നെ നിങ്ങൾ ശ്രേഷ്ഠരാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ഹദീസിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ച് പല വിധത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു ഖബ്ല യഅലമ അന്നഹു സയ്യിദു വൽദി ആദം, മനുഷ്യരിൽ നിന്ന് ഏറ്റവും സയ്യിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് എന്ന് പ്രവാചകരെ അറിയുന്നതിന്റെ മുമ്പാണ് ഈ ഹദീസ് പറഞ്ഞത് എന്നാണ് ഒരു മറുപടി. രണ്ട്, ഖാലഹു അദബൻ വതവാളുഅൻ, താഴ്മതയുടെ ഭാഗത്തിലൂടെ പറഞ്ഞതാണ്. മൂന്ന്,
അന്നൽ മൻഹിയ ഇന്നമാ ഹുവ അൻ തഫ്ളീലിൻ യുഅദ്ദി ഇലാ തൻഖീസിൽ മഫ്ളൂലി. ഒരു പ്രവാചകരെ നിസ്സാരമാക്കിക്കൊണ്ട് എന്നെ നിങ്ങൾ ശ്രേഷ്ഠമാക്കരുത് എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. 4, ഫിത്നയിലേക്കും തർക്കത്തിലേക്കും കൂട്ടുന്ന രീതിയിൽ എന്നെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. അതാണ് 4. 5, നുബൂവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശ്രേഷ്ഠമാക്കൽ, ഒരാളെക്കാളും മറ്റൊരാളെ ശ്രേഷ്ഠമാക്കരുത്. അതാണ് 5ാമത്തെ അഭിപ്രായം. പ്രവാചകന്മാരിൽ നിന്ന് ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നത് പരിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. തിൽക്കർ റുസുലു ഫളൽനാ ബഅ്ളഹും അലാ ബഅ്ളി എന്ന് അൽ ബഖറ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപ്രകാരം തന്നെ വലഖദ് ഫളൽനാ ബഅ്ളൻ നബിയ്യിന അലാ ബഅ്ളിൻ ഇസ്രാ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രേഷ്ഠതയുണ്ട്. ആദ്യമായി ഖബറിൽ നിന്ന് ഖബർ പിളർന്നുകൊണ്ട് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനാണ് ഏറ്റവും ആദ്യം ശഫാഅത്ത് ചെയ്യുന്നവർ. ഏറ്റവും ആദ്യം ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതും എന്റെ ശഫാഅത്തായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 4ാമത്തെ ഹദീസ്. وعن أنس رضي الله عنه അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഭാഗം 188 വിവരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനാ അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ. ഞാൻ അംബിയാക്കളിൽ നിന്ന് ഏറ്റവും അധികരിച്ചവരാണ് തബഅൻ പിൻഗാമികളാൽ, അത്ബാഇങ്ങളാൽ പിന്തുടരുന്ന അവരെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സഹാബികളായി ആളുകൾ വിശ്വസിച്ചിട്ടുള്ള താബിങ്ങളായിട്ടുള്ള മാർഗം സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അക്സർ ഞാനായിരിക്കും. എന്റെ അത്ര അനുയായികളുള്ള മറ്റൊരു പ്രവാചകൻ ഉണ്ടാവുകയില്ല. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി മുട്ടുന്നവൻ ഞാനായിരിക്കും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 5ാമത്തെ ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആതി ബാബൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ അരികെ ചെല്ലും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഫാസ്തഫ്തിഹു, സ്വർഗം തുറക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിനു, അപ്പൊ സ്വർഗത്തിനെ കാക്കുന്ന മലക്ക് ചോദിക്കും. ഖാസിൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഖാസിന് എന്ന് പ്രത്യേകം പേര് പറയാൻ കാരണം ഖജാന എന്നതിൽ നിന്നുള്ളതാണ് ഖാസിൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം എന്നത് ഒരു ഖജാനയായിട്ട് നിക്ഷേപിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖാസിൻ എന്നവിടെ ആ മലക്കിന് പറയാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാസിൻ, സ്വർഗത്തിനെ കാക്കുന്ന മലക്ക് ചോദിക്കും, മൻ അന്ത, നിങ്ങൾ ആരാ? ഫഅഖൂലു, അപ്പൊ ഞാൻ പറയും, മുഹമ്മദുൻ,
ഞാൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ. ഫയഖൂലു, അപ്പോൾ ആ മലക്ക് പറയും, ബിക ഉമിർതു, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാ അഫ്താലി അഹദിൻ ഖബ്ലക, നിങ്ങളുടെ മുമ്പ് ഒരാൾക്കും തന്നെ സ്വർഗം തുറന്നു കൊടുക്കരുത് എന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ആറാമത്തെ ഹദീസ്. ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലി അന അവ്വലു ശഫീഇൻ ഫിൽ ജന്ന, അന അവ്വലു ശഫീഇൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാണ്. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാണ് എന്നർത്ഥം. ദോഷികളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. ലം യുസദ്ദഖ് നബിയ്യും മിനൽ അംബിയാഇ മാ സുദ്ദിഖ്തു, എന്നെ വാസ്തവമാക്കപ്പെട്ട അത്രയും ആളുകൾ അംബിയാക്കളിൽ നിന്ന് ഒരു നബിയെയും വാസ്തവമാക്കിയിട്ടില്ല. എനിക്കാണ് കൂടുതൽ അനുയായികളുള്ളത് എന്നർത്ഥം. വഇന്ന മിനൽ അംബിയാഇ, അംബിയാക്കളുടെ കൂട്ടത്തിലുണ്ട് നബിയൻ, ഒരു പ്രവാചകൻ, മാ സദ്ദഖഹു മിൻ ഉമ്മത്തി ഇല്ലാ റജുലുൻ വാഹിദുൻ, അവരുടെ ഉമ്മത്തിൽ നിന്ന് ഒരു പുരുഷനല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ആറാമത്തെ ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലി വമസലുൽ അംബിയാഇ, എന്റെയും എന്റെ മുൻഗാമികളായ അംബിയാക്കളുടെയും ഉദാഹരണം കമസലി ഖസ്രിൻ, ഒരു നല്ല ഒരു മാളിക പോലെ, ഹുസ്ന ബുന്യാനുഹു, അതിന്റെ നിർമ്മാണം വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. തുരിക മിന്നു മൗളിഉൽ ലബ്നത്തിൻ, ഒരു കല്ലിന്റെ സ്ഥലം മാത്രം ബാക്കി വെച്ചു, ഒരു ഇഷ്ടികയുടെ സ്ഥലം. ഫതാഫ ബിന്നവാർ, അങ്ങനെ ആ ബിൽഡിംഗ് കാണാൻ വേണ്ടി കാഴ്ചക്കാരായ ആളുകൾ വന്ന് ചുറ്റിക്കറങ്ങി ആ കെട്ടിടം കണ്ടു. യതഅജ്ജബൂന മിൻ ഹുസ്നി ബുന്യാനിഹി, അതിന്റെ ആ നിർമ്മാണത്തിന്റെ ഭംഗി കണ്ടുകൊണ്ട് അവരൊക്കെ അത്ഭുതപ്പെടുന്നു. ഇല്ലാ മൗളിഅത്തിൽ കല്ലബിന, ആ ഒരു ഇഷ്ടിക വെക്കാനുള്ള സ്ഥലം ഒഴികെ. ഫകുന്തു, അപ്പോൾ ഞാനാകും, അന സദത്തു മൗളിഅൽ ലബിന, ആ കെട്ടിടത്തിന്റെ അവസാനം വെക്കാനുള്ള ആ ഇഷ്ടിക വെച്ച് അടക്കുന്നവൻ ഞാനാണ്. ഖുതിമ ബി, എന്നെ കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, അൽ ബുന്യാനു, ആ കെട്ടിടം. വഖുതിമ ബി റസൂലു, എന്നെ കൊണ്ട് പ്രവാചകന്മാരെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഒരു റിപ്പോർട്ടിൽ ഫനല്ലബിനത്തു, ഞാനാണ് ആ അവസാനമായി വെക്കാനുള്ള ഇഷ്ടിക. വഅന ഖാതമുൻ നബിയീൻ, ഞാൻ പ്രവാചകന്മാരുടെ ഖാത്തമാണ്, സീലാണ് അതിന്റെ ലാസ്റ്റ് സീൽ വെക്കുന്ന ആ പ്രവാചകനാണ് ഞാൻ. നീ ഖാത്തിം എന്നാക്കുകയാണെങ്കിൽ ഞാൻ പൂർത്തിയാക്കുന്നവരാണ് പ്രവാചകരെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസ്. ഇവിടെ ഈ ഭാഗം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 8ാമത്തെ ഹദീസ് മുതലുള്ള 2ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ മദ്ഹ് പറയാനും അവര് പഠിപ്പിച്ചു തന്ന മാർഗം പിൻപറ്റി മുന്നോട്ട് പോകുവാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.